നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടിരുന്നു. പിച്ചാത്തി കത്തി എറിയുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ട് കുറേ ഫ്രണ്ട്സ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച്. അതിനുവേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യത്തക്ക രീതിയിൽ സിമ്പിളായിട്ട് കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ കത്തി എറിഞ്ഞ് പരിശീലിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കത്തി എറിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കത്തി അതിൻ്റെ പിടിഭാഗം, നമ്മൾ ഈ പിടിക്കുന്ന ഭാഗത്ത് വെയിറ്റ് കൂടാൻ പാടില്ല. വെയിറ്റ് വരേണ്ടത് കത്തിയുടെ ഈ ഒരു ഭാഗത്താണ്. കാരണം നമ്മൾ എറിയുന്ന സമയത്ത് വെയിറ്റ് ഉള്ള ഭാഗമായിരിക്കും ആദ്യം പോയി തറയ്ക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് കത്തി എറിയുന്നത്. കത്തി എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ കത്തി എറിയുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കും, കത്തി എറിഞ്ഞ് വിടും. നേരെ കൈ താഴോട്ടാണ് പോകുന്നത്. ഈ ഒരു ജോയിൻറ്റ് ഇങ്ങനെ എറിഞ്ഞാണ് നമ്മൾ വിടുന്നത്. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കത്തിയുടെ റൊട്ടേഷൻ കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുന്ന കത്തി വളരെ റൊട്ടേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം പോയി തറയ്ക്കുന്നത്. ഇനി എങ്ങനെയാണ് എറിയേണ്ടത്? നേരെ പിടിക്കുക. എറിയുന്ന സമയത്ത് കൈ ഒരു കാരണവശാലും ഈ ഒരു ജോയിന്റ് താഴേക്ക് പോകാൻ പാടില്ല. ഇത്ര മാത്രമേ പാടുള്ളൂ. നമ്മൾ ഇവിടെ എറിയുകയാണെന്നുണ്ടെങ്കിൽ കൈ ഇത്രയേ പാടുള്ളൂ. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ കത്തി എറിഞ്ഞ് വിടേണ്ടത്. ഈ ഒരു രീതിയിലായിരിക്കണം കൈ പോകേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3ാമത്തെ ട്രിക്കാണ്. ഇനി എറിയുന്ന സമയത്ത് കത്തി നേരെ, ഞാൻ പറഞ്ഞു, ഈ ജോയിന്റ് താഴേക്ക് പോകുന്നില്ല, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഈ പോകുന്ന സമയത്ത് ഇവിടേക്കൊരു ഫോഴ്സ് കൊടുക്കും. ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്താണ് ഈ വിടുന്ന സമയത്ത് എറിഞ്ഞു വിടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ കുറയുകയും, നേരെ തിരിച്ചല്ല, ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ല കത്തി പോകുന്നത്, കത്തി ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട് കത്തിയുടെ റൊട്ടേഷൻ കുറയുക മാത്രമല്ല, കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗം കൊള്ളുകയും ചെയ്യും. ഈ രീതിയിൽ വേണം എറിയാൻ. എറിഞ്ഞു വിടുമ്പോൾ താഴേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താണ് വിടുന്നത്. ഈ വീഡിയോ തികച്ചും മുതിർന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കൊച്ചുകുട്ടികൾ ഇതൊരു കാരണവശാലും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളതല്ല.